എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് പുതിയ കട്ടിംഗ് മെത്തേഡിൻ്റെ രണ്ടാം ഭാഗമാണ്. നമ്മൾ പേപ്പർ കട്ടിംഗ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പേപ്പറിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തു എൽ ഷേപ്പ് ഉപയോഗിച്ചിട്ട്. അത് കഴിഞ്ഞ് 1 ഇഞ്ച് മുകളിലെ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്ത് അത് സ്ട്രെയിറ്റ് വരച്ചു. അത് നമ്മുടെ ഷോൾഡർ സ്ലോപ്പിൻ്റെ അളവാണത്. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ആദ്യം മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കഴുത്തിൻ്റെ അളവ് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനെ ജസ്റ്റ് കഴുത്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു മാർക്ക് ചെയ്തു. ഫ്രണ്ട് പാർട്ടാണ് നമ്മൾ പുതിയ മെത്തേഡിൽ ആദ്യം മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോൾഡർ 15 ഇഞ്ചാണ്. 15 ഇഞ്ചാവുമ്പോൾ 15 ഇഞ്ചിൻ്റെ പകുതി 7.5 ഇഞ്ച്. 7.5 ഇഞ്ച് മൈനസ് 1 ഇഞ്ച്. അപ്പോൾ 6.5 ഇഞ്ചിൽ നമ്മൾ ഒരു ബോക്സ് വരയ്ക്കണം. 6.5 ഇഞ്ചിൽ, അതായത് ഫ്രണ്ടും ബാക്കും തമ്മിൽ ഉള്ള വ്യത്യാസമാണത്. ഫ്രണ്ടിനേക്കാളും എപ്പോഴും 1/2 ഇഞ്ച് കുറച്ചാണ്, ബാക്കിനേക്കാളും എപ്പോഴും 1/2 ഇഞ്ച് കുറച്ചാണ് ഫ്രണ്ട് മാർക്ക് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 6.5 ഇഞ്ചിലൊരു ബോക്സിനുള്ള സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം ഷോൾഡർ സ്ലോപ്പിൽ. 6.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 7 ഇഞ്ച്. ബാക്കിന് നമ്മൾ 7.5 ഇഞ്ചിലാണ് കട്ട് ചെയ്യുക, ഷോൾഡറിൻ്റെ നേർപകുതിയിൽ. ഏത് മെത്തേഡായാലും ഏത് മോഡൽ കഴുത്താണെങ്കിലും ഇതേ സെയിം മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടത്. ഡീപ്പ് നെക്കിന് നമ്മൾ ഷോൾഡർ മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അത് കഴുത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കുറയ്ക്കുക. ഇതിൽ നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 35 ഇഞ്ച്. 35 പ്ലസ് 2 ഇഞ്ച് ആകുമ്പോൾ 37 ഇഞ്ച് വരും. 37 ഇഞ്ച് ആകുമ്പോൾ 9.25 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക. 9.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് 3/4 ഇഞ്ച് മൈനസ് ചെയ്തു. അത് കഴിച്ച് കിട്ടുന്നത് എത്രയാണോ അത് നമ്മൾ ഷോൾഡർ സ്ലോപ്പിൽ വെച്ചിട്ട് ആം ഹോളിൻ്റെ നേർപകുതിയിൽ മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 9.25 ആണുള്ളത്. 9.25 നിന്ന് നമ്മൾ 6.5 ഇഞ്ചിൽ ബോക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി 3/4 ഇഞ്ച് കഴിച്ച് കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മുടെ ബോക്സ്. ആ ബോക്സിൽ നമ്മൾ ആം ഹോളിൻ്റെ അളവ് പകുതി വെച്ച് ബോക്സ് ഉണ്ടാക്കി. ബോക്സിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൽ നിന്ന് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഷേപ്പ് കൊടുക്കണം. ഷേപ്പ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 9.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ചെസ്റ്റ് പോയിൻ്റ്, അവിടെ നിന്നൊരു 3/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മുടെ ഫ്രഞ്ച് സ്കെയിലിൻ്റെ എൻഡ് വരാൻ. അതല്ലാതെ ലാസ്റ്റിൽ കൊണ്ടുപോയി വയ്ക്കരുത്. അത് കഴിഞ്ഞ് നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്തതിൽ നിന്ന് കഴുത്തിൻ്റെ മാർക്കിലേക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക്
ഷോൾഡർ കിട്ടി, ഷോൾഡർ സ്ലോപ്പ് കിട്ടി, ആം ഹോളിൻ്റെ അളവ് കിട്ടി, ചെസ്റ്റ് പോയിൻറ്റിലേക്കുള്ള അളവും കിട്ടി. ഇനി നമുക്ക് ഇതിൽ ബാലൻസ് ഉള്ളത് ബസ്റ്റ് പോയിൻറ്റും പിന്നെ വേസ്റ്റുമാണ് ഇതിലേക്ക് ഇനി കിട്ടാനുള്ളത്. അത് നമ്മൾ ഈ വീഡിയോയിൽ വരയ്ക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് 7.5 ഇഞ്ച് ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെ പ്രത്യേകിച്ച് മെത്തേഡുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ചെസ്റ്റിൽ നിന്ന്, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത മാർക്കുണ്ടല്ലോ, ആ മാർക്കിൽ നിന്ന് ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച് വയ്ക്കുക. അതിൽ നിന്ന് 3/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന അളവ് മുകളിൽ നമ്മുടെ ഷോൾഡർ സ്ലോപ്പിൽ വെച്ചിട്ട് അവിടെ നിന്ന് ആം ഹോളിൻ്റെ അളവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്തു. ഇത് ഫ്രണ്ട് ഷോൾഡറും ആം ഹോളും ചെസ്റ്റ് പോയിൻറ്റും നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു. അപ്പോൾ ബാക്കിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ചാണ് ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അത് 2 പോർഷനായിട്ട് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. ഫ്രണ്ട് എങ്ങനെയാണ് കുറവ് വരുന്നത്, ബാക്ക് എങ്ങനെയാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത്. മിക്കവാറും നമുക്ക് അളന്നാൽ തന്നെ അത് കിട്ടും. നമുക്ക് ഫ്രണ്ട് ഷോൾഡർ അളന്ന്, അതായത് കൈക്കുഴിയിൽ നിന്നുള്ള അളവ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ 1 ഇഞ്ച് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ അളവ് വെച്ചിട്ട് നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യാൻ പറ്റും. ആ അളവിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഷേപ്പ് കൊടുക്കേണ്ടത്. അപ്പോഴും നമ്മുടെ ആം ഹോളിൻ്റെ കൃത്യമായ അളവ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഫ്രണ്ട് മാർക്കിങ് കഴിഞ്ഞു. ആ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ബാക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ബാക്ക് ഷോൾഡർ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ആം ഹോൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ഷോൾഡർ സ്ലോപ്പ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത ആ ലൈന്, കറക്റ്റ് ചെയ്ത ലൈന് വെട്ടിക്കളയാണ്. പിന്നെ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ പേപ്പർ കട്ടിങ്ങിന് മാർജിൻ കൊടുക്കുന്നില്ല. സീം അലവൻസോ മാർജിനോ ഒന്നും ഉണ്ടാവില്ല. കാരണം അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തുണിയിൽ വെച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സൈഡിലോ താഴെയോ ഷോൾഡറിലോ ആം ഹോൾ എവിടെയും സീം അലവൻസ് ഉണ്ടായിരിക്കുന്നതല്ല. അത് പ്രത്യേക ഓർമ്മയിൽ വയ്ക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചത് വീണ്ടും പറയുന്നത് എന്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ്. നമ്മൾ സ്കെയിലുകളെല്ലാം ഓരോ ഭാഗത്തും വയ്ക്കുന്നത് അതിൻ്റെ പൊസിഷൻ ഏത് രൂപത്തിലാണ് വയ്ക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. നമ്മളെങ്ങനെയാണ് ആം ഹോളിൻ്റെ അളവ് കണ്ടുപിടിച്ചത് എന്നുള്ളത്. 35 + 2, ഇപ്പോൾ 37 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു ചെസ്റ്റ് പോയിൻറ്റിൽ. ബാക്ക്
നമ്മുടെ ഷോൾഡറിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് ബോക്സ് ഉണ്ടാക്കി ആ ബോക്സിൽ 3/4 ഇഞ്ച് ആദ്യം മൈനസ് ചെയ്തു. അപ്പോൾ 6.5 ഇഞ്ച് കഴിച്ചിട്ട് ബാക്കി വരുന്ന അളവ് 2 ഇഞ്ചാണ് വരുന്നത്. ആ 2 ഇഞ്ച് വയ്ക്കേണ്ടത് നമ്മുടെ ഷോൾഡർ സ്ലോപ്പിലെ ആ ലൈനിൽ വെച്ചിട്ട് അവിടെ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ പകുതി മാർക്ക് ചെയ്താൽ നമ്മുടെ ആം ഹോളിൻ്റെ അളവും കിട്ടി. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ചെസ്റ്റ് പോയിൻറ്റിൻ്റെ അളവും കിട്ടി. ഇനി ബസ്റ്റ് പോയിൻ്റ് നമ്മൾ ടക്ക് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടക്കിലാണ് ബസ്റ്റ് പോയിൻ്റ് വയ്ക്കുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനി നമ്മൾ ബാക്ക് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ബാക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം. ഇതിലും അതുപോലെ തന്നെ നമ്മുടെ ചാർട്ട് പേപ്പറിനെ 90 ഡിഗ്രി സ്കെയിൽ വെച്ച് അതിനെ കറക്റ്റ് ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്യണം. ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ചിലാണ് വരിക. അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ഓരോ വീഡിയോകളിലും കൃത്യമായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് അതിൽ വെച്ചു. അതിനുശേഷം കഴുത്ത് മാർക്ക് ചെയ്തു. കഴുത്തിൻ്റെ അവിടെ 1/4 ഇഞ്ച് മുകളിലോട്ട് ഒരു മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ പകുതി വയ്ക്കുക. പകുതിയിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് വയ്ക്കുക. ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി 1/2 ഇഞ്ചിൽ ഷേപ്പ് വരും. ആ ഷേപ്പ് കൊടുക്കുന്നത് നമ്മുടെ ഷോൾഡർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വി ഷേപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വി ഷേപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്ലീവ് കൃത്യമായിട്ട് ഇരിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനെ മാർക്ക് ചെയ്തു. അതിൻ്റെ ഷോൾഡർ സ്ലോപ്പ് ഫ്രണ്ടിനേക്കാളും 1/4 ഇഞ്ച് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ബാക്കിൻ്റെ കഴുത്തിൻ്റെ ഭാഗം ലേശം പൊങ്ങിയിരിക്കും. അതുകൊണ്ടാണ്. ഇത് 7.5 ഇഞ്ച് ഉള്ളതിനെ 7 ഇഞ്ചിൽ നമ്മൾ ബോക്സ് മാർക്ക് ചെയ്തു. 9.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അതിൽ നിന്ന് 3/4 ഇഞ്ച് മൈനസ് ചെയ്യണം. അതല്ലാതെ വേറൊരു മാർഗം കൂടി കാണിച്ചു തരാം. ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത് ആ ലൈനിൽ നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ വയ്ക്കുക. എന്നിട്ട് കൈ വയ്ക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ വയ്ക്കുന്ന 2 വിരൽ പിടിച്ചിട്ട് ഇതേ കണ്ടില്ലേ, അതുപോലെ പിടിച്ചിട്ട് ഇതിനെ ഈ ഷേപ്പിനെ ഒന്ന് നിർത്തി കൊടുക്കുക. അപ്പോൾ അതിനേക്കാളും 3/4 ഇഞ്ച് താഴേക്ക് വരും സൈഡിലെ അളവ്. ഇനി അതിലാണ് നമുക്ക് ബോക്സ് ഉണ്ടാക്കേണ്ടത്. 7 ഇഞ്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് താഴേക്ക് മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റ് പോയിൻ്റ് അതാണ് ബാക്കിൻ്റെ. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ചെസ്റ്റ് പോയിൻ്റ് വ്യത്യാസം വരും. അതുപോലെ തന്നെ അളവിലും വ്യത്യാസം വരും. ഫ്രണ്ട് എപ്പോഴും കൂടുതലും ബാക്ക് എപ്പോഴും കുറവായിരിക്കും. ആ ബോക്സിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് സ്കെയിൽ കർവ് വെച്ച്
ആ ഷേപ്പിനെ കൂട്ടി യോജിപ്പിച്ചു. അത് കഴിഞ്ഞ് ചെസ്റ്റ് പോയിന്റിലേക്ക് ആ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ പകുതി അവിടെ കിട്ടും. 7.5 ഇഞ്ചാണ് നമ്മുടെ ആം ഹോളിൻ്റെ പകുതി വരുന്നത്. 15 ഇഞ്ച് ആം ഹോള്, അതിൻ്റെ ഹാഫ് വരുന്നത് 7.5 ഇഞ്ച്. നമുക്കത് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷോൾഡർ സ്ലോപ്പിലേക്ക് കറക്റ്റായിട്ട് ആ അളവ് കിട്ടിയിരിക്കും. 7.5 ഇഞ്ച് വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലും 7.5 ഇഞ്ച് കിട്ടി, ബാക്കിലും 7.5 ഇഞ്ച് കിട്ടി. ഇനി 9.25 ഇഞ്ച് നമ്മൾ വെച്ചു. ആ രൂപത്തിലുള്ള അളവും കൂടി കാണിച്ചു തരാം. ഫ്രണ്ടിൽ നമ്മൾക്ക് ചെസ്റ്റിൻ്റെ അളവാണ് ഇപ്പോൾ നമ്മൾ വെച്ചത് 9.25 ഇഞ്ച്. 9.25 നിന്ന് 3/4 ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്യണം. ബാക്കി വരുന്ന അളവുണ്ടല്ലോ, ആ അളവ് ഷോൾഡർ സ്ലോപ്പിൽ വെച്ചിട്ട് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. മുകളിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ലൈൻസ് വരും, അതില്ലായിരിക്കാൻ 3/4 ഇഞ്ച് ചെസ്റ്റ് പോയിന്റിൽ നിന്ന് കുറച്ചു. ബാക്കി വരുന്നത് 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിൽ വെച്ചു, 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ബോക്സ് കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡും ഈ മെത്തേഡും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ചെസ്റ്റ് പോയിൻ്റ് കിട്ടി. ഇനി നമുക്ക് ബസ്റ്റും വേസ്റ്റും മാത്രമേ ഇതിൽ മാർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഷോൾഡർ, ആം ഹോള്, ബസ്റ്റ് പോയിൻ്റ്, ചെസ്റ്റ് പോയിൻ്റ്, വേസ്റ്റ്, ഇത്രയും പാർട്സുകൾ, ഇത്രയും ഭാഗങ്ങൾ മാർക്ക് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഒരുപാട് വലിയ വീഡിയോ ആകുമ്പോൾ ബോറടിക്കും. അത് മാത്രമല്ല അത് കണ്ടിരിക്കാൻ ക്ഷമയും കുറവായിരിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക. അതിനു വേണ്ടിയാണ് ചെറിയ വീഡിയോസ് ഇടുന്നത്. ഒറ്റയടിക്ക് ഇരുന്ന് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഓരോ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷോൾഡർ, ആം ഹോള്, ഷോൾഡർ സ്ലോപ്പ്, ചെസ്റ്റ് പോയിൻ്റ്, ഇത്രയും ഭാഗം മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തന്നു. അത് നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത ആ ലൈന് കട്ട് ചെയ്ത് കളയുന്നു. ബാക്കും ഫ്രണ്ടിനേക്കാളും 4 ഇഞ്ച് കഴുത്തിൻ്റെ ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി കഴുത്തിൻ്റെ പൊസിഷൻ വെറുതെ ജസ്റ്റ് ഒരടയാളത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കോളർ, ഏത് കോളറായാലും ബോട്ട് നെക്കായാലും ഡീപ്പ് നെക്കായാലും നമ്മുടെ ഡ്രാഫ്റ്റിങ് ഷോൾഡറും ആം ഹോളും ഇതേ സെയിം തന്നെയാണ്. ഇതിൽ യാതൊരു മാറ്റവും വരുന്നില്ല. പക്ഷേ നമുക്ക് ഡീപ്പ് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൽ നിന്ന് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഷോൾഡറിനെ കുറയ്ക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മളെല്ലാവരും ചെയ്തിരുന്നത് ഷോൾഡറിൻ്റെ ഭാഗം കുറച്ചിരുന്നു. 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ കുറച്ചിരുന്നത് ആം ഹോളിൻ്റെ ഭാഗത്തു നിന്നാണ്.
ഇത് നേരെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ 1.5 മുതൽ 2 ഇഞ്ച് വരെയുള്ള ആ അളവ് മൈനസ് ചെയ്യുന്നത്. അത് മൈനസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ താഴേക്ക് വീഴും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഇടാം. നമ്മൾ വയ്ക്കുന്ന സ്കെയിലുകൾ ഏത് രൂപത്തിലാണ് വയ്ക്കുന്നത് എന്നുള്ള എന്തായാലും മറക്കാതെ കാണുക, ശ്രദ്ധിച്ച് കാണുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, പേപ്പർ പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സീം അലവൻസ് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോവും. മാത്രമല്ല അത് മാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കട്ടിങ്ങിൽ ഒരിടത്തും തയ്യൽ തുമ്പോ സീം അലവൻസോ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ഷോൾഡറിലും ആം ഹോളിലും ചെസ്റ്റിലും എല്ലായിടത്തും അത് സെപ്പറേറ്റ് തന്നെ തുണിയിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. അത് ഈ പേപ്പർ വർക്ക് കഴിഞ്ഞതിന് ശേഷം മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം.